പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർക്കുകയാണ്, ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അവിടെ പ്രേക്ഷിതനായി ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോട് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും വിളിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പാണിയച്ചൻ വരുന്ന മാസങ്ങളിൽ നടക്കാൻ പോകുന്ന മരിയൻ ധ്യാനത്തിന് വേണ്ടി, മൊബിലൈസേഷന് വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങി ധ്യാനത്തെപ്പറ്റി പറയുവാനായിട്ട് ഞങ്ങളെ നിയോഗിച്ചു. ഞങ്ങൾ അന്ന് ഒരു 12 പേര് 6 ഗ്രൂപ്പായിട്ട് അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ കയറി ചെന്നു. ഗേറ്റ് തുറന്നു, കോളിംഗ് ബെല്ല് അമർത്തി. അപ്പോൾ ഒരു അജാനുബാഹുവായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം പുറത്തേക്ക് വന്നു. കാര്യം എന്താണെന്ന് തിരക്കി. ഞങ്ങൾ സ്നേഹത്തോടെ കയ്യിലുണ്ടായിരുന്ന ജീവരക്ഷാ മാസിക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മരിയൻ ധ്യാനമുണ്ട് അടുത്ത മാസം, സാറ് വരണമെന്ന്. അദ്ദേഹം ജീവരക്ഷാ മാസിക സ്വീകരിച്ചില്ല. ഇതെനിക്ക് ആവശ്യമില്ല. ഞാനൊരു ദുഃഖവും വിഷമതയും പ്രയാസവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. റിട്ടയർഡ് ലൈഫ് നയിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരും വിദേശത്താണ്. ഞാൻ സന്തോഷവാനാണ്. എനിക്ക് എന്തിനാണ് ഒരു ധ്യാനത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. തിരിച്ച് ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നമ്മ ഇപ്പോൾ 10-12 വീടുകൾ കയറി, നമുക്ക് ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സന്ധ്യ വരെ ആണ് അച്ഛൻ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ചോറൊക്കെ കെട്ടി അച്ഛൻ തന്നു. അപ്പോൾ നമുക്ക് സന്ധ്യ വരെ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അപ്പോൾ നിങ്ങളോട് ഞാൻ ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, ദൈവമക്കളെ, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, 1-ാം പ്രമാണ ലംഘനമാണ്. അതുപോലെ മറ്റ് ഗൗരവമേറിയ പല പാപങ്ങളും ഉണ്ടെങ്കിലും ദൈവമക്കളെ, അഹങ്കാരം എന്ന പാപം ദൈവത്തിന് വളരെയധികം ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപമാണ്. നമുക്കറിയാം, ലൂസിഫർ പ്രകാശം പരത്തുന്നവനായിരുന്നു, മാലാഖയായിരുന്നു. എന്നാൽ അവൻ അനുസരണക്കേട് കാണിച്ച് സാത്താനായി മാറി, കരിക്കട്ടയായി മാറി, വിരൂപനായി മാറി. ദൈവമക്കളെ, നമ്മുടെ സംസാരത്തിൽ നമുക്ക് തെറ്റുപറ്റരുത്. നമ്മുടെ സംസാരത്തിൽ അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി നമ്മുടെ സംസാരത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു നിശ്ചിത ദിവസം ഹെറോദീസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു.
ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതേ സംസാരിച്ചതിൻ്റെ പേരിൽ രാജാവിന് വന്ന അവസ്ഥ നമ്മൾ കാണുകയായിരുന്നു. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു എന്ന വചനത്തിലൂടെ വളരെ നാള് രോഗശയ്യയിൽ അവന് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്ത് മുഴുവനും പുഴു വന്നരിച്ച് അത്രയ്ക്ക് ദാരുണമായ രീതിയിലായിരുന്നു അവൻ്റെ അന്ത്യം. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ സംസാരത്തിൽ ഒരു അപകടം ഒളിച്ചിരിപ്പുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ നാശത്തിനും ശാപത്തിനും കാരണമാകാം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ ബന്ധുബലവും നമ്മുടെ കഴിവുകൾ ഇവയെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം അധരങ്ങൾ തുറന്ന് ഏറ്റുപറയണം. അത് ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം എൻ്റെ മകൻ, എൻ്റെ എല്ലാം എൻ്റെ ക്രെഡിറ്റ്, ദൈവത്തിനൊരു ക്രെഡിറ്റ് ഇല്ല. നമ്മൾ ഉള്ളിൽ ദൈവത്തിന് ക്രെഡിറ്റ് കൊടുത്താൽ പോരാ, വാക്കുകൾ കൊണ്ട് നാം ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. അങ്ങനെ നാം ദൈവത്തിൻ്റെ നാമം നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം ഒത്തിരി സന്തോഷിക്കും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പിന്നീട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മനസ്സിലൊരു ചെറിയ മുറിവ് തന്ന, ഒരു വിങ്ങലും വേദനയും തന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു 3 മാസത്തിന് ശേഷം ധ്യാനകേന്ദ്രത്തിലിരുന്ന് ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഈ വ്യക്തി എൻ്റെ അടുക്കൽ വരാനിടയായി. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ അത് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ അടുത്തിരുത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ബ്രദറെ, അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വളരെ പരുഷമായ രീതിയിൽ, അപമര്യാദയായ രീതിയിൽ നിങ്ങളോട് പെരുമാറി. പിന്നീട് എനിക്ക് ഉണ്ടായ ജീവിത തകർച്ചകൾ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകളുടെ ഒരു പട്ടിക അദ്ദേഹം എൻ്റെ മുമ്പിൽ നിരത്തി. ഞാൻ പറഞ്ഞു, സാരമില്ല, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അങ്ങിലെ ഉള്ള ആത്മാവിനെ അത് മറ്റെന്തെങ്കിലും തരത്തിൽ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് ഒന്നും ബലം പിടിച്ചതാണ്. അവിടെ നിന്ന് ചെറിയൊരു അടി, സാരമില്ല. ഇല്ല ബ്രദറെ, എനിക്കൊരു വിഷമതയില്ല. അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ പാപാവസ്ഥയിലും അഹങ്കാരത്തിലുമായി ഞാൻ ജീവിച്ചാനേ എന്ന് പറഞ്ഞു. അദ്ദേഹം 1/2 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ആരാധനയ്ക്കായിട്ട് പോയി. അദ്ദേഹം എന്തിലെല്ലാം അഹങ്കരിച്ചു, എന്തിലെല്ലാം ആശ്രയിച്ചു, അതെല്ലാം തകർന്ന് തരിപ്പണമായി. ഈശ്വര പൊന്നുമക്കളെ, നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നല്ല ദൈവം നമുക്ക് നൽകിയ എല്ലാം ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദാനമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയണം. എനിക്ക് ദൈവം തന്ന വീട്, എനിക്ക് തന്ന വാഹനം, എനിക്ക് തന്ന ജീവിത സൗകര്യങ്ങൾ, എൻ്റെ മക്കൾ, അവരുടെ കഴിവുകൾ, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ്. അത് ഞാൻ ഏറ്റുപറയും. ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ ഞാൻ ആരാധിക്കും. ദൈവത്തെ ഞാൻ സ്തുതിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.